കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്. അതിലെ യൂണിറ്റ് 2 സ്റ്റിൽ വി റൈസ്, അപ്പോഴും ഞങ്ങൾ ഉയരുന്നു എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പത്രവാർത്ത നോക്കൂ കൂട്ടുകാരെ. എക്സ്പ്രസ് ന്യൂസ്. 10-year-old girl dies of torture by stepmother. രണ്ടാനമ്മയുടെ പീഡനത്തിനിരയായി 10 വയസ്സുകാരി മരിച്ചു. ലക്നൗ. ലക്നൌവിലാണ് ഈ സംഭവം. A 10-year-old girl surrendered to death at the Medical College Hospital here on Thursday on being tortured by her stepmother. രണ്ടാനമ്മയുടെ പീഡനത്തിനിരയായി 10 വയസ്സുകാരി വ്യാഴാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. According to the police, the deceased is Salaka, doctor of Aravind, Indiranagar, Lucknow. ലക്നൗ ഇന്ദിരാനഗറിലെ അരവിന്ദിന്റെ മകൾ സലാഗയാണ് മരിച്ചത്. സലാഗ വാസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 6 ഓഫ് ഗവൺമെന്റ് ഹൈസ്കൂൾ അറ്റ് ഇന്ദിരാനഗർ. ഇന്ദിരാനഗറിലെ സർക്കാർ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സലാഗ. She was admitted with serious injuries to a hospital in the city around 6 p.m. on Thursday. ഗുരുതരമായി പരിക്കേറ്റ അവളെ 6 മണിയോടെ നഗരത്തിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. The doctors, who found the parents' explanation unsatisfactory, informed the police. മാതാപിതാക്കളുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ട ഡോക്ടർമാർ പോലീസിൽ വിവരമറിയിച്ചു. Later, she was shifted to the Medical College Hospital where she died around 11 p.m. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 11 മണിയോടെ മരിച്ചു. Preliminary medical reports confirmed that the girl had undergone extreme physical torture which resulted in her death. പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ മരണത്തിൽ കലാശിച്ച ശാരീരിക പീഡനം സ്ഥിരീകരിച്ചു. There were several marks on her body. അവളുടെ ശരീരത്തിൽ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു. Local residents said that they had informed childline activists about the incident. സംഭവം ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. What is the news report about? വാർത്താ റിപ്പോർട്ട് എന്തിനെക്കുറിച്ചാണ്? The news is about death of a 10-year-old girl due to torture by her stepmother. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? രണ്ടാനമ്മയുടെ പീഡനത്തെ തുടർന്ന് 10 വയസ്സുകാരി മരിച്ചതാണ് വാർത്ത. What is the reason for the girl's death? പെൺകുട്ടിയുടെ മരണകാരണം എന്താണ്? ഫിസിക്കൽ ടോർച്ചർ, ശാരീരിക പീഡനം. What would you do if such a thing happened in your locality? നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? Inform the police. പോലീസിനെ അറിയിക്കുമായിരുന്നു. ല്ലേ? Have you ever come across such incidents in your life? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. Cinderella. Who does all the work at home? വീട്ടിലെ എല്ലാ ജോലികളും ആരാണ് ചെയ്യുന്നത്? What kind of work do you do? നിങ്ങൾ ഏതുതരം ജോലിയാണ് ചെയ്യുന്നത്? Imagine that you have to do all the household work alone. വീട്ടുജോലികളെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് സങ്കൽപ്പിക്കുക. How will it be? അതെങ്ങനെയായിരിക്കും? Or try to think of such a girl who does all domestic work without having proper food, clothing, etc. അല്ലെങ്കിൽ ശരിയായ ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്ന അത്തരമൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക. Read the story of such a girl.
അത്തരമൊരു പെൺകുട്ടിയുടെ കഥ നമുക്കിനി വായിക്കാം. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. പണ്ട് ഭാര്യയോടും മകളോടുമൊപ്പം സുഖമായി ജീവിച്ചിരുന്ന ഒരു ധനികനുണ്ടായിരുന്നു. One day, his wife fell sick. ഒരു ദിവസം ഭാര്യയ്ക്ക് അസുഖം വന്നു. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and peace, and God will always take care of you." തൻ്റെ അന്ത്യം അടുത്തുവെന്ന് തോന്നിയപ്പോൾ അവൾ തൻ്റെ ഏകമകളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞേ, നല്ലവനും ഭക്തനുമായിരിക്കുക. ദൈവം നിന്നെ എപ്പോഴും പരിപാലിക്കും. I will look upon you from heaven and will be with you. ഞാൻ സ്വർഗത്തിൽ നിന്ന് നിന്നെ നോക്കി നിന്നോടുകൂടെ ഇരിക്കും. And then she closed her eyes forever. പിന്നെ അവൾ എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. The maiden went every day to her mother's grave and wept and remained pious and good. കന്യക എല്ലാ ദിവസവും അമ്മയുടെ കുഴിമടത്തിൽ ചെന്ന് കരഞ്ഞു, ഭക്തിയും നല്ലവനുമായി തുടർന്നു. When winter came, the snow covered the grave with a white covering. ശീതകാലം വന്നപ്പോൾ മഞ്ഞ് ശവക്കുഴിയെ വെളുത്ത ആവരണം കൊണ്ട് മൂടി. Then the sun came in the early spring and melted it away. പിന്നെ വസന്തത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ വന്ന് അതിനെ അലിയിച്ചു കളഞ്ഞു. Soon Cinderella's father married again. താമസിയാതെ സിൻഡ്രല്ലയുടെ പിതാവ് വീണ്ടും വിവാഹം കഴിച്ചു. The new wife was a proud and unkind woman. പുതിയ ഭാര്യ അഹങ്കാരിയും ദയയില്ലാത്തവളുമായിരുന്നു. The new wife brought her 2 daughters along with her. പുതിയ ഭാര്യ 2 പെൺമക്കളെയും കൂടെ കൂട്ടി. Though they were beautiful and fair in appearance, at heart they were wicked and ugly. അവർ കാഴ്ചയിൽ സുന്ദരിമാരായിരുന്നെങ്കിലും ഹൃദയത്തിൽ അവർ ദുഷ്ടരും വിരൂപരുമായിരുന്നു. And then began the evil times for the poor girl. തുടർന്ന് പാവപ്പെട്ട പെൺകുട്ടിക്ക് മോശം കാലം ആരംഭിച്ചു. Is the stupid creature to sit in the same room with us? asked they. നമ്മുടെ കൂടെ ഒരേ മുറിയിലിരിക്കാൻ ഇവളെത്ര മണ്ടിയാണോ? അവർ ചോദിച്ചു. Those who eat food must earn it. ഭക്ഷണം കഴിക്കുന്നവർ അത് സമ്പാദിക്കണം. She is nothing but a kitchen maid. അവളൊരു അടുക്കള വേലക്കാരിയല്ലാതെ മറ്റൊന്നുമല്ല. They took away her pretty dresses and forced her to put on an old grey one. അവർ അവളുടെ സുന്ദരമായ വസ്ത്രങ്ങൾ എടുത്തുമാറ്റി ഒരു പഴയ നരച്ച വസ്ത്രം ധരിക്കാൻ അവളെ നിർബന്ധിച്ചു. They also gave her wooden shoes to wear. അവർ അവൾക്ക് ധരിക്കാൻ തടി കൊണ്ടുള്ള ഷൂസും നൽകി. The stepsisters laughed at her and sent her to the kitchen. രണ്ടാനമ്മമാർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പറഞ്ഞയച്ചു. Though she was made to do heavy work from morning to night and get up early in the morning, draw water, make the fire, cook and wash. അവിടെ അവൾ രാവിലെ മുതൽ രാത്രി വരെ ഭാരിച്ച ജോലികൾ ചെയ്തു. അതിരാവിലെ എഴുന്നേറ്റു, വെള്ളം കോരി, തീയുണ്ടാക്കി, പാചകം ചെയ്തു, കഴുകി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തു. In the evenings, she was quite tired after the day's hard work. വൈകുന്നേരങ്ങളിൽ ഒരു ദിവസത്തെ കഠിനാധ്വാനം കഴിഞ്ഞ് അവൾ ക്ഷീണിതയായിരുന്നു. As she had no bed to lie upon, she had to rest on the hearth among the cinders.
കിടക്കാൻ കിടപ്പാടമില്ലാത്തതിനാൽ ചുടലുകൾക്കിടയിലെ അടുപ്പിൽ അവൾക്ക് വിശ്രമിക്കേണ്ടി വന്നു. She always looked dusty and dirty as she slept in the cinders. സിൻഡറുകളിൽ ഉറങ്ങുമ്പോൾ അവൾ എപ്പോഴും പൊടി പിടിച്ചതും വൃത്തികെട്ടതുമായി കാണപ്പെട്ടു. So they named her Cinderella. അതിനാൽ അവർ അവൾക്ക് സിൻഡ്രല്ല എന്ന് പേരിട്ടു. The magic begins. മാന്ത്രികത ആരംഭിക്കുന്നു. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. ഒരു ദിവസം രാജ്യത്തെ യുവരാജകുമാരൻ എല്ലാ യുവതികളെയും ക്ഷണിച്ചു. രാജ്യത്തിലെ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് തന്റെ രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ പദ്ധതിയിടുന്നു. Cinderella's sisters were delighted on hearing this invitation. ഈ ക്ഷണം കേട്ട് സിൻഡ്രല്ലയുടെ സഹോദരിമാർ സന്തോഷിച്ചു. They selected the best gowns. They dressed their hairs. അവർ മികച്ച ഗൗണുകൾ തിരഞ്ഞെടുത്തു. അവർ തലമുടി അണിഞ്ഞു. But they were not taking Cinderella with them. എന്നാൽ അവർ സിൻഡ്രല്ലയെ കൂടെ കൊണ്ടുപോയില്ല. You can go when beggars hold a ball, they told her. ഭിക്ഷാടകർ പരിപാടി വയ്ക്കുമ്പോൾ നിനക്ക് പോകാം എന്നവർ അവളോട് പറഞ്ഞു. Comb our hair, brush our shoes and make our buckles fast. We are going to the prince's ball. ഞങ്ങളുടെ മുടി ചെയ്യൂ, ഞങ്ങളുടെ ഷൂസ് ബ്രഷ് ചെയ്യൂ, ഞങ്ങളുടെ ബക്കിളുകൾ വേഗത്തിലാക്കുക. ഞങ്ങൾ രാജകുമാരന്റെ പരിപാടിയിലേക്ക് പോകുന്ന തിരക്കിലാണ്. When she heard this, Cinderella could not help crying, for she too liked to go to the party. ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലയ്ക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്കും പാർട്ടിക്ക് പോകാൻ ഇഷ്ടമായിരുന്നു. She begged her stepmother to take her along. തന്നെ കൊണ്ടുപോകാൻ അവൾ രണ്ടാനമ്മയോട് അപേക്ഷിച്ചു. What? You Cinderella? In all your dust and dirt, you want to go to the ball? You have no dress and no shoes. You want to dance. She turned her back to Cinderella and hurriedly set out with her two proud daughters. എന്താ സിൻഡ്രല്ല, നിന്റെ എല്ലാ പൊടിയിലും അഴുക്കിലും നിനക്ക് ആ പരിപാടിക്ക് പോകണമെന്നോ? നിനക്ക് നല്ലൊരു ഡ്രസ്സും ചെരുപ്പുമില്ല, നിനക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല. അവർ സിൻഡ്രല്ലയോട് പറഞ്ഞ് മുഖം തിരിച്ചു. അഭിമാനികളായ രണ്ടു പെൺമക്കളെയും കൂട്ടി തിടുക്കത്തിൽ യാത്രയായി. When Cinderella lost sight of them, she felt very sad. അവർ കടന്നുപോയപ്പോൾ സിൻഡ്രല്ലയ്ക്ക് സങ്കടം തോന്നി. She started crying. അവൾ കരയാൻ തുടങ്ങി. Tears rolled down her cheeks. കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. She thought of her own mother. സ്വന്തം അമ്മയെക്കുറിച്ച് അവൾ ഓർത്തു. If my mother had been alive, she would have sent me to the ball. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ആ പാർട്ടിയിലേക്ക് അയക്കുമായിരുന്നു. Suddenly she heard a voice. പെട്ടെന്ന് അവൾ ഒരു ശബ്ദം കേട്ടു. You will certainly go to the ball. നീ തീർച്ചയായും ആ പരിപാടിയിലേക്ക് പോകൂ. I am your fairy godmother. ഞാൻ നിന്റെ ഫെയറി ഗോഡ്മദർ ആണ്. Cinderella turned around. സിൻഡ്രല്ല തിരിഞ്ഞു നോക്കി. She saw a fairy standing in front of her. തന്റെ മുന്നിൽ ഒരു ഫെയറി നിൽക്കുന്നത് അവൾ കണ്ടു. I am the queen of fairies. ഞാൻ ഫെയറികളുടെ രാജ്ഞിയാണ്. She said. അവൾ പറഞ്ഞു. I will send you to the ball. ഞാൻ നിന്നെ ആ പാർട്ടിയിലേക്ക് പോകാൻ സഹായിക്കാം. Well, said her godmother, be a good girl and I will contrive that you shall go. അവളുടെ ഗോഡ്മദർ പറഞ്ഞു, ഒരു നല്ല പെൺകുട്ടി ആയിരിക്കുക, നിനക്ക് പോകാനുള്ള ഉപായം ഞാൻ ചെയ്തു തരാമെന്നു പറഞ്ഞു.
She went with Cinderella into her chamber and told her, "Run into the garden and bring me a pumpkin." അവർ സിൻഡ്രല്ലയ്ക്കൊപ്പം അവളുടെ അറയിലേക്ക് പോയി. അവളോട് പറഞ്ഞു, തോട്ടത്തിലേക്ക് ഓടിച്ചെന്ന് എനിക്കൊരു മത്തങ്ങ കൊണ്ടുവരൂ. Cinderella went immediately to gather the finest pumpkin she could get and brought it to her godmother. ഏറ്റവും നല്ല മത്തങ്ങ ശേഖരിക്കാൻ സിൻഡ്രല്ല ഓടിപ്പോയി. എന്നിട്ട് അത് അവളുടെ ഗോഡ്മദറുടെ അടുക്കൽ കൊണ്ടുവന്നു കൊടുത്തു. She could not imagine how this pumpkin could help her go to the ball. ഈ മത്തങ്ങ എങ്ങനെ ആ പരിപാടിക്ക് പോകാൻ എന്നെ സഹായിക്കുമെന്ന് അവൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. The fairy waved a magic wand over the pumpkin. ഫെയറി മത്തങ്ങയുടെ മുകളിൽ ഒരു മാന്ത്രിക വടി വീശി. Suddenly, the pumpkin changed into a red coach. പെട്ടെന്ന് മത്തങ്ങ ഒരു ചുവന്ന കോച്ചായി മാറി. Then the fairy said, "You will travel in this coach to the palace." അപ്പോൾ ഫെയറി പറഞ്ഞു, നീ ഈ കോച്ചിൽ കൊട്ടാരത്തിലേക്ക് പോകും. But we must have horses to draw it. എന്നാൽ അത് ഓടിക്കാൻ നമുക്ക് കുതിരകൾ ഉണ്ടായിരിക്കണം. There is a mouse trap in the backyard of your house. നിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു എലിക്കണിയുണ്ട്. Bring it to me. അത് എൻ്റെ അടുക്കിൽ കൊണ്ടുവരൂ. Cinderella went out and brought the mouse trap. സിൻഡ്രല്ല പുറത്തുപോയി എലിക്കണി കൊണ്ടുവന്നു. There were 6 mice in it. അതിൽ 6 എലികളുണ്ടായിരുന്നു. The fairy waved the magic wand over it and all the mice were turned into 6 white horses. ഫെയറി അതിന്മേൽ മാന്ത്രിക വടി വീശി. അപ്പോൾ എലികളെല്ലാം 6 വെളുത്ത കുതിരകളായി മാറി. Looking at the coach and the horses, the fairy said, "Now we have a coach to travel in and 6 horses to draw it." കോച്ചിനെയും കുതിരകളെയും നോക്കി ഫെയറി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ ഒരു കോച്ചും അത് വലിച്ചു കൊണ്ടുപോകാൻ 6 കുതിരകളുമുണ്ട്. But we haven't any footmen. പക്ഷേ നമുക്ക് കാലാളുകളില്ല. Go again into the garden and you will find 6 lizards behind the watering pot. നീ വീണ്ടും പൂന്തോട്ടത്തിലേക്ക് പോയി നനയ്ക്കുന്ന പാത്രത്തിന് പിന്നിൽ 6 പല്ലികളെ നിനക്ക് കാണാൻ സാധിക്കും. Bring them. അതെടുത്ത് എൻ്റെ അരികിൽ കൊണ്ടുവരിക. When Cinderella brought the lizards, the fairy changed them into the footmen. സിൻഡ്രല്ല പല്ലികളെ കൊണ്ടുവന്നപ്പോൾ ഫെയറി അവയെ കാൽനടക്കാരാക്കി മാറ്റി. The footmen bowed at her. കാൽനടക്കാർ അവളെ വണങ്ങി. They wore blue and yellow clothes. നീലയും മഞ്ഞയും കലർന്ന വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. Cinderella was very happy to see them. ഇത് കണ്ട സിൻഡ്രല്ലയ്ക്ക് വളരെ അത്ഭുതവും സന്തോഷവും തോന്നി. But she became sad when she looked at her clothes. പക്ഷേ അവൾ അവളുടെ വസ്ത്രം നോക്കിയപ്പോൾ അവൾക്ക് സങ്കടമായി. But I cannot go in these rags, she said. എനിക്ക് ഈ തുണിയിൽ പോകാൻ കഴിയില്ല, സിൻഡ്രല്ല പറഞ്ഞു. I will give you wonderful clothes, the fairy said. ഞാൻ നിനക്ക് അത്ഭുതകരമായ വസ്ത്രങ്ങൾ തരാം, ഫെയറി പറഞ്ഞു. The fairy touched Cinderella with her magic wand. ഫെയറി തന്റെ മാന്ത്രിക വടി കൊണ്ട് സിൻഡ്രല്ലയെ തൊട്ടു. Her rags changed into beautiful clothes of silk and gold. അവളുടെ തുണിക്കഷ്ണങ്ങൾ പട്ടും സ്വർണവും കൊണ്ടുള്ള മനോഹരമായ വസ്ത്രങ്ങളായി മാറി. There were diamonds in her hair and she wore 2 pretty glass shoes. അവളുടെ മുടിയിൽ വജ്രങ്ങൾ ഉണ്ടായിരുന്നു. അവൾ മനോഹരമായ 2 ഗ്ലാസ് ഷൂസ് ധരിച്ചിരുന്നു. Then the fairy said, "You can go to the ball now." അപ്പോൾ ഫെയറി പറഞ്ഞു, നീ ഇപ്പോൾ പോകാൻ എന്തുകൊണ്ടും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. But remember, the magic ends at 12 o'clock. പക്ഷേ ഒരു കാര്യം നീ ഓർക്കുക, ഈ മാജിക് അവസാനിക്കുന്നത് 12 മണി സമയത്താണ്. You must return home before that time. ഈ സമയത്തിന് മുമ്പ് തന്നെ നീ വീട്ടിലേക്ക് മടങ്ങണം.
എന്ന് ഫെയറി സിൻഡ്രല്ലയെ ഓർമ്മിപ്പിച്ചു. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.